അങ്ങോട്ട് പോവരുതെന്നും അങ്ങനെ ചെയ്യരുതെന്നും അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടും ആ 10 പേരും അത് അവഗണിക്കുകയായിരുന്നു. പക്ഷേ അയാളുടെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ പോയ അവർ തിരിച്ചു വന്നത് 9 പേരുമായിട്ടാണ്. ഒരാളെ അവർ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയാം. SRM എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് 3ാം സെമസ്റ്റർ വിദ്യാർത്ഥികളായിരുന്നു ആ 10 പേരും. വിദ്യാർത്ഥികളുടെ സംഘം ബുധനാഴ്ചയാണ് വർക്കലയിലേക്ക് എത്തിയത്. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ 11 മണിയോടുകൂടി കടൽ കാണാനായി തിരുവമ്പാടി തീരത്തെത്തിയ അവർ ഓടയം ഭാഗത്തേക്കാണ് പോയത്. എന്നാൽ അവിടെ ശക്തമായ തിരയും അടിയൊഴുക്കുമുള്ളതിനാൽ കടലിലേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന് അവിടെയുണ്ടായിരുന്ന ലൈഫ് ഗാർഡ് മുന്നറിയിപ്പ് നൽകി. പക്ഷേ ആ മുന്നറിയിപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ യാത്ര തുടർന്നു. അതൊരു പക്ഷേ അവരുടെ തെറ്റല്ലായിരിക്കാം. അതിലൊരാളെ മരണം മാടി വിളിക്കുന്നത് കൊണ്ടാകാം അവർക്ക് ആ സമയം അങ്ങനെ തോന്നിയത്. പിന്നീട് സംഘം കടലിലിറങ്ങി ആസ്വദിച്ച് കുളിക്കാൻ തുടങ്ങി. പക്ഷേ കടലിന്റെ ആ രൗദ്രഭാവം അവർ തിരിച്ചറിയാൻ വൈകിപ്പോയിരുന്നു. പെട്ടെന്ന് വന്ന ഒരു ഭീമമായ തിരമാലയ്ക്കടിയിൽപ്പെട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന സതീഷ് എന്ന വിദ്യാർത്ഥി കാണാമറയത്തേക്ക് പോവുകയായിരുന്നു. സുഹൃത്തുക്കൾ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഭയം കാരണം ആരും അധിക ദൂരത്തേക്ക് പോയില്ല. തുടർന്ന് സുഹൃത്തുക്കളുടെ നിലവിളി കേട്ടാണ് അവിടേക്ക് ലൈഫ് ഗാർഡ് ഓടിയെത്തുന്നത്. നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലടാ എന്നും പറഞ്ഞാണ് ആ ലൈഫ് ഗാർഡ് അവിടേക്ക് ഓടിയെത്തുന്നത്. ഒടുവിലേറെ പണിപ്പെട്ടാണ് അവർ സതീഷിനെ കരയ്ക്കെത്തിക്കുന്നത്. പക്ഷേ ആ നിമിഷം സതീഷിന് അനക്കമുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ അടുത്തുള്ള വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ നഷ്ടമായെന്ന് ഡോക്ടർമാരും അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ ലൈഫ് ഗാർഡിനും പരിക്കേറ്റു. മുന്നറിയിപ്പുകൾ അവഗണിച്ചതുകൊണ്ട് മാത്രം വരുത്തിവെച്ച ഒരു ദുരന്തമായിരുന്നു അത്. ആ പാവം മാതാപിതാക്കൾക്ക് നഷ്ടമായത് തങ്ങളുടെ പ്രതീക്ഷകളായിരുന്നു. തമിഴ്നാട് അരിയന്നൂർ സ്വദേശികളായ രവിചന്ദ്രന്റെയും റാണിയുടെയും മകനാണ് മരിച്ച സതീഷ്.